ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാം അറിയുന്നവൻ്റെ മുമ്പിൽ ഇല്ലായ്മയുടെ പൂർണ്ണതയിലായ ഒരു കൊച്ചു മനുഷ്യൻ ദൈവസ്നേഹത്തിൻ്റെ നിറവുള്ള അഭിഷേകത്തെക്കുറിച്ച് സംസാരിക്കാൻ അനുവദിക്കപ്പെട്ട സ്വർഗീയതയുടെ നിമിഷങ്ങൾ. നല്ല തമ്പുരാനെ, നിൻ്റെ കൃപയാൽ അവിടുത്തെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെല്ലാം പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ എന്ന് ഈ നിമിഷത്തിൻ്റെ ധന്യതയിൽ ദൈവസ്നേഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ നിമിഷങ്ങളെ വാരി വിതറുവാനുള്ള പുത്തൻ അഭിഷേകം തന്ന് ഇത് പറയുന്ന എൻ്റെ ഹൃദയങ്ങളിലും കേൾക്കുന്ന മനുഷ്യഹൃദയങ്ങളിലും ദൈവസ്നേഹത്തിന് നിറവുള്ള പുതുപുത്തൻ അഭിഷേകങ്ങൾ വാരി ചുരിഞ്ഞുകൊണ്ട് അവരോരോരുത്തരും ആയിരിക്കേണ്ട രൂപഭാവങ്ങളിലേക്ക് ആയിത്തീർന്ന് നല്ല തമ്പുരാനെ നിന്നെ തുരിച്ച് മഹത്വപ്പെടുത്തുവാൻ കൃപയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയോടെ തൻ്റെ അരികിലേക്ക് വന്നവരെ എല്ലാം അനുഗ്രഹിച്ച കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കും. യേശു അവസാനത്തെ വാക്കാ പറഞ്ഞു, സർവ്വസൃഷ്ടികളോടും പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയണം. ഈ ദൈവസ്നേഹത്തിൻ്റെ വചസ്സുകൾ ലോകമെമ്പാടും പ്രഘോഷിക്കപ്പെടണം. യേശു രക്ഷകനാണ്, യേശുവാണ് ഏക രക്ഷകൻ. ഈ കൺസെപ്റ്റ് പ്രപഞ്ചം മുഴുവൻ അറിയണം. ഈ ബോധ്യത്തിൻ്റെ ആഴങ്ങൾ ഉൾക്കൊള്ളാൻ കർത്താവ് എനിക്കും സമൂഹത്തിനും ഇടയാവട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരല്ല, ലോകം മുഴുവൻ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് ആയിരം മധുരങ്ങളിലൂടെ ദൈവസ്നേഹത്തിന് ജീവിക്കുന്ന അലകൾ വാരി വിതറാൻ കൃപയാവട്ടെ എന്ന് പരിശുദ്ധ അമ്മേ മാതാവേ, എല്ലാം അറിയുന്നതിൻ്റെ പുത്രൻ്റെ മുമ്പിൽ മക്കളായ ഞങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി നീ നിൻ്റെ പുത്രൻ്റെ സന്നിധിയിൽ അവിടുത്തെ ആത്മാവിന് നിറവിന് വേണ്ടി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. ആമേൻ. ദൈവനാമത്തിന് ഒരിക്കൽ കൂടി മഹത്വമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു കാര്യം ഇപ്പോൾ ഓർക്കുകയാണ്. വിശുദ്ധ പത്രോസിനെ കർത്താവ് വിളിച്ചത് അങ്ങേരെ മീൻപിടുത്തക്കാരനാണ്. അപ്പസ്തലന്മാരെ മുഴുവൻ വിളിക്കുന്നത് ആണ്ട് കടപ്പുറത്തു നിന്നും ഓരോ പ്രത്യേക വഴികൾ ഒരുക്കി അവരേക്ക് വിളിക്കുന്നത്. പത്രോസ് വെളുക്കുവോളം മീൻ പിടിച്ച് നോക്കി ഒന്നും കിട്ടിയില്ല. വല കഴുകിക്കൊണ്ടിരുന്ന പത്രോസിനോട് പറഞ്ഞു, നീ ഞാൻ പറയുന്ന പോലെ അനുസരിച്ച് നീ വല ഇറക്കാൻ പറഞ്ഞു. അങ്ങനെ പത്രോസ് കർത്താവിന് നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് പടുവൻ്റെ വലത്തുവശത്ത് വലയിറക്കി. പത്രോസിന് കിട്ടാനിനി മീനില്ലാത്ത പോലെ തോണിയും ഒക്കെ നിറഞ്ഞ് കൂട്ടുകാരുടെ വള്ളങ്ങളൊക്കെ നിറച്ചു. പത്രോസ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്. കർത്താവിൻ്റെ ഒരൊറ്റ വചനത്തിൽ പത്രോസ് അനുതാപത്തിൻ്റെ കൃപ കിട്ടുകയാണ്. ഞാൻ പാപിയായ മനുഷ്യനാണ്, എനിക്ക് നിൻ്റെ അടുത്ത് നിൽക്കാൻ ഒരു യോഗ്യതയുമില്ല, എന്നിൽ നിന്നും ഒഴിഞ്ഞു പോകണമേ എന്ന് പറയുകയാണ്. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ഞാൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. പത്രോസ് വിചാരിച്ചു, മനുഷ്യനെ പിടിക്കുന്നവരോ? എന്തുമായിക്കോട്ടെ, ഈ മനുഷ്യനോട് കൂടി ആയിരിക്കുന്നിടത്തോളം ഭാഗ്യം മറ്റൊന്നുമില്ലെങ്കിലും യോഗ്യതയില്ലെങ്കിലും വിളിച്ചവൻ്റെ പേര് വിശ്വസ്തനെന്ന് വെളിപാട് പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവനല്ലേ വിളിച്ചത്. പത്രോസിനൊന്നും അറിയത്തില്ല. ഏതായാലും ആത്മാവിന് നിറവിൽ വിശുദ്ധ പത്രോസ് കർത്താവിനെ അനുഗമിക്കുക. പിന്നീട് അറിയാം നമുക്ക് ജീവിതം മുഴുവൻ പത്രോസിന് എന്നാ അറിയാമായിരുന്നത്. എനിക്ക് തോന്നുന്നു മീനിൻ്റെ എണ്ണം പോലും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞൊരു സാധനം കയ്യിലില്ല. പക്ഷെ ഒരു കാര്യമുണ്ടായിരുന്നു പത്രോസിൻ്റെ ഒരു യോഗ്യത, അത് ഞാൻ പറയുക. അത് കർത്താവ് മുൻകൂട്ടി കണ്ടു. പത്രോസ് മീൻ പിടിക്കാൻ ഇറങ്ങിയാൽ ഉദ്ദേശിച്ച മീൻ കിട്ടാണ്ട് പത്രോസ് വീട്ടിലേക്ക് പോകില്ല. പിടിക്കാൻ ഇറങ്ങിയാൽ ഉദ്ദേശിച്ച മീൻ കിട്ടിയിട്ട് പോവുകയുള്ളൂ. ഇത് കർത്താവ് കണ്ടു. അതല്ലേ അവനെ വിളിച്ചത്. ഞാൻ ഇപ്പോൾ ഒരു കാര്യം ഓർക്കുന്നുണ്ട്. എൻ്റെ വീടിനടുത്ത് ഒരു മനുഷ്യനുണ്ട്, ഒരു ബെന്നി. അവനില്ല, മരിച്ചുപോയി. അവൻ നാട്ടിലെല്ലാവർക്കും പച്ചമീൻ കൊണ്ട് കൊടുക്കുന്നവനാണ്. വണ്ടി പോകുമ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ മുമ്പിൽ അവൻ ചവിട്ടിക്കയറി പോകും. അവൻ മീൻ എണ്ണാനും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അവനറിയാം മീൻ മേടിക്കാൻ കൊട്ട നിറച്ച് മീൻ മേടിച്ചുകൊണ്ട് വരും ഞങ്ങളുടെ കരയിൽ എല്ലാവർക്കും. ബെന്നിയുടെ അടുത്തൊന്നും മീൻ മേടിക്കുള്ളൂ അവർ. അങ്ങനെ ബെന്നി എല്ലാവർക്കും മീൻ കൊടുക്കും. എണ്ണിയൊന്നുമല്ല, ഒരു വാരിക്കൊടുക്കലാണ്. കാരണം വേറൊന്നുമല്ല, അവൻ എണ്ണാൻ അറിയത്തില്ല. കുറച്ച് പൈസ കൊടുക്കും, അതവൻ മേടിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകും. മരിക്കുന്നവരെ ആലീവില്ലായിരുന്നു അവൻ. ഞാൻ ഓർക്കുക, അവനൊന്നും എണ്ണവും അറിയത്തില്ല, ഒന്നും അറിയത്തില്ലെങ്കിലും അവനൊന്നറിയാം, മീൻ കൊണ്ട് നടന്ന് വിറ്റ് അവൻ്റെ കുടുംബം പോറ്റാനറിയാം. അവനെ ഏൽപ്പിച്ചു. അവൻ മരിക്കുന്നവരെ നല്ല മിടുക്കനായിട്ട് നല്ല അനുഭവത്തിൽ കുർബാനയൊക്കെ സ്വീകരിച്ച് നല്ല അനുഭവത്തിൽ കത്തോലിക്കാ വിശ്വാസത്തിൽ അവൻ മരിച്ചു, അവൻ അടക്കി. ബെന്നിയുടെ കാര്യം ഞാൻ പറഞ്ഞത് കഴിവല്ല, ബെന്നിയുടെ ഒരു കഴിവാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കാൻ എനിക്ക് തോന്നിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കർത്താവിൻ്റെ കരങ്ങൾ കൊണ്ട് മെനഞ്ഞ വ്യക്തിയാണ് നമ്മളെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നു, കർത്താവിൻ്റെ കരങ്ങളാണ് നമ്മളെ രൂപപ്പെടുത്തിയതെന്ന്.
കർത്താവിൻ്റെ കരങ്ങളാണ് നമ്മളെ രൂപപ്പെടുത്തിയതെന്ന്. അവൻ മനുഷ്യനെ കർത്താവ് സ്വന്തം കരങ്ങളിൽ മണ്ണിൽ നിന്നും മനുഷ്യൻ രൂപം കൊടുത്തു. അവന് നാസാരന്ധങ്ങളിലേക്ക് ജീവൻ്റെ ശ്വാസം പ്രവഹിച്ചു. അങ്ങനെ ജീവൻ കൊടുത്തു. മറ്റതൊക്കെ കർത്താവെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. മനുഷ്യനെ മാത്രം കർത്താവ് അതിമനോഹരമായിട്ട് സ്വന്തം കരം കൊണ്ട് മെനഞ്ഞ് അവനെ രൂപപ്പെടുത്തിയതാണ്. അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ഒരു സംശയം വേണ്ട. ആര് മാറ്റി നിർത്തിയാലും അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ഞാനൊരിക്കലും തിരുവനന്തപുരത്ത് പോയി. അത് മന്ദബുദ്ധികളുള്ള കുഞ്ഞുങ്ങളാണ്. ഞാൻ അവിടെ എത്രയോ 100 ചില്ലുവാൻ 200ഓളം പിള്ളേരുണ്ട്. ആ കുഞ്ഞുങ്ങളിലെല്ലാം ഒരു വലിയ കഴിവ് കണ്ടു. ഓരോരുത്തർക്കും ഓരോ ടാലൻ്റ് ഉണ്ട്. നമ്മുടെ പഴയ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാം ഈ സ്ഥാപനം സന്ദർശിച്ചു കഴിഞ്ഞിട്ട് അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ടാലൻസ് മനസ്സിലാക്കാനും കഴിവുണ്ടാക്കാനും അവരെ മിടുക്കരാക്കി മാറ്റാനും വേണ്ടിയിട്ട് പല സംഗതികളും ചെയ്തു കൊടുത്തിട്ട് 2 കുതിരകളെ കൊടുത്തിട്ടുണ്ട്. ഈ കുതിരകളെ ആ പിള്ളേർ കയറിയിരുന്ന് ഓടിച്ച് പോകുന്നത് കാണണം. കാരണം എനിക്കൊന്നും മനസ്സിലായൊരു കാര്യമാണ്, എല്ലാവർക്കും അവരവരുടേതായ കഴിവുകളുണ്ട്. ഒരു സംശയം വേണ്ട, ഒരു കഴിവ് ഒരു പ്രത്യേകമായ ഒരു കഴിവില്ലാത്ത ആരും ഈ പ്രപഞ്ചത്തിലില്ല. ഞാൻ കണ്ടെത്തിയ ഓരോ വ്യക്തിയും അതെ, എന്തെല്ലാം ഉണ്ടെങ്കിലും അവർക്കൊരു കഴിവുകൾ അതിഭയങ്കരമാണ്. ഓരോരുത്തർക്കും ഒരു കഴിവില്ലാത്തവരായിട്ട് ഒരാളുമില്ല. കാരണം അവൻ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ രൂപപ്പെട്ടവനാണ്. അവനവൻ്റെ കഴിവ് മനസ്സിലാക്കി കർത്താവിൻ്റെ മഹത്വത്തിനായി വേറൊന്നുമല്ല, പരസ്പരം സ്നേഹിക്കാൻ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. 2-ാമത് നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ഈശോ പറഞ്ഞു. അത് പ്രിയപ്പെട്ടവരെ, എൻ്റെ സഹോദരനെ സ്നേഹിക്കാനുള്ള നല്ല മനസ്സ് എനിക്കുണ്ടാകണം. അവിടെയാണ് ദൈവകൃപ ഒഴുകുക. എനിക്ക് പറ്റുന്നൊരു പുണ്യം എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാനും സമ്മാനിക്കാനും സാധിക്കുന്ന ജീവിതത്തിൻ്റെ സാധ്യത. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതൊന്നുമല്ല, 100 കൂട്ടം കാര്യം ചെയ്യുന്നവരുണ്ട്. ഒന്ന് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം. നിന്നെപ്പോലെ നിൻ്റെ സഹോദരനെ സ്നേഹിക്കണം. ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, നീ മറ്റുള്ളവർ നിന്നോട് എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു അത് അവന് ചെയ്തു കൊടുക്കാൻ. ദ ഗോൾഡൻ വേഡിങ് എന്ന് ബൈബിൾ എന്നാണ് പറയുക. മറ്റുള്ളവർ നിന്നോട് എന്ത് ചെയ്യണം നീ ആഗ്രഹിക്കുന്നു, നീ അവർക്ക് ചെയ്തു കൊടുക്കാൻ. ഇത് എന്നോടും നിന്നോടും കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്, എല്ലാവരോടും. സ്വാർത്ഥം എനിക്കുള്ളതല്ല, എനിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ ആർക്കോ വേണ്ടിയിട്ടാണ്. ദൈവം പോലും ദൈവം മനുഷ്യനായി അവതരിച്ച് ലോകത്തിൽ വന്ന് ഓരോ മക്കൾക്കും വേണ്ടിയാണ്, സർവർക്കും വേണ്ടിയിട്ടാണ് ദൈവം വന്നത്. ഒരാളെ നോക്കി അന്വേഷിച്ച് ഒന്നും കർത്താവല്ല, സർവർക്കും. അതുകൊണ്ടാണ് കർത്താവ് വചനം പറഞ്ഞ അവസാനം പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വ സൃഷ്ടികളോടും വചനം പ്രഘോഷിക്കുവിൻ, സുവിശേഷം പ്രഘോഷിക്കുവിൻ. അനുദപിച്ച് സ്നാനം സ്വീകരിക്കുവിൻ, രക്ഷ പ്രാപിക്കും. വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടി അടയാളമുണ്ടായിരിക്കും. അവരെൻ്റെ നാമത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്ത് പിടിച്ചാൽ അവരെ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ഇത് ഈ പറഞ്ഞ ഈ വിഷയം പിന്നീട് ഒരിക്കൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയും. ഇപ്പോഴൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവിന് പങ്കിടുന്ന മക്കളായി, സ്നേഹം പങ്കിടുന്നവരായി, സ്നേഹം പങ്കിടുന്നവരായി, ദൈവരാജ്യത്തിൻ്റെ വേലക്കാരായി ഞാനും നീ മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ വേല എന്നതാ, പരസ്പരം സ്നേഹിക്കില്ല, വേറൊന്നുമല്ല. 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കല. പുത്രനായി കടന്നു വന്ന യേശുവിനെ അറിയില്ല, അവനെ അറിയണം, അറിഞ്ഞു വേണം പങ്കിടാൻ. അവന് ഹൃദയത്തിലുണ്ടായിരിക്കണം. ഞാനൊരു കാര്യം ഓർക്കുകയാണ്, സ്വർഗത്തിലിരിക്കുന്ന മാലാഖമാർക്ക് പോലും മനുഷ്യനോട് അസൂയ എന്നൊരു ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, വിശുദ്ധ കുർബാന സ്വീകരണമാണ്. എന്നെ കേൾക്കുന്ന മക്കളോട് ഞാൻ ഒരു കാര്യം പറയും, നിങ്ങളെല്ലാം ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ കർത്താവ് അന്ത്യത്താഴ് വേളയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ച് പങ്കിട്ട് കൊടുത്തുവെങ്കിൽ, തൻ്റെ ശരീരവും രക്തവും മനുക്കൾക്കായി പങ്കിട്ട് കൊടുത്തുവെങ്കിൽ, ആ പുത്രൻ ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിലിരുത്തണം. ദൈവത്തിനിരിക്കാൻ പണിയിച്ച ഒരാലയമുണ്ട്, അത് മനുഷ്യഹൃദയമാണ്, സക്രാരിയൊന്നുമല്ല. സക്രാരിൽ ഇരിപ്പുണ്ട്, അത് സമ്മതിച്ചു. പക്ഷേ ആ കർത്താവിനെ നിങ്ങൾ സ്വീകരിച്ച് നിങ്ങളുടെ ഹൃദയത്തിലിരുത്തി ആ കർത്താവിനെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുന്നവരായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലൂടെ. അങ്ങനെ നമ്മൾ കർത്താവിൽ വളരണം, വളർന്ന് വലുതാകണം. ഇത് ലോകം മുഴുവൻ നിറയണം, പ്രപഞ്ചം മുഴുവൻ കർത്താവിനെ അറിയുന്നവരാകണം. യേശുവാണ് ഏകരക്ഷകൻ എന്നുള്ള ആ നല്ല സദ്വാർത്ത. ഇതാ നിങ്ങൾക്കായി രക്ഷകൻ കർത്താവായി ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ മാലാഖമാർക്ക് കൊടുത്ത സന്ദേശം. നിങ്ങൾ സ്വർഗീയങ്ങളുടെ പാട്ട് കേട്ടുകൊണ്ട് അവർ ആ കർത്താവിനെ കാണാൻ പോവുകയാണ്, യേശുവിനെ ഒന്ന് കാണാൻ. ജെറുസലേമിൽ
ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പൂജാതനായ പുത്രനായ യേശുവിനെ കാണാൻ അവർ പോവുകയാണ്. എന്തിനാ? ഉന്നയിച്ചേ കണ്ട് ആരാധിക്കാനാ. എന്നിട്ട് നമ്മൾ കണ്ടു, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ എപ്പിസോഡ് നമ്മൾ കേട്ടു, രാജാക്കന്മാർ വരുന്നത് ഏതോ നാടുകളിൽ നിന്നും വിവരവും വിവേകവുമുള്ള മനുഷ്യർക്ക് കിട്ടിയ ജ്ഞാനം കൊണ്ടുകൊണ്ട് അവർ കർത്താവിനെ കാണാനായിട്ട് നാളുകൾ യാത്ര ചെയ്ത് വളരെയേറെ കഷ്ടപ്പാടുകൾ നേരിട്ട് അതിജീവിച്ച് അവർ കർത്താവിനെ ജെറുസലേമിൽ എവിടെയാ? ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ വന്ന് കണ്ട് അവിടുത്തെ ആരാധിക്കുക. അവർക്കുള്ളത് മുഴുവൻ അവിടെ ഇരുന്നു. കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടുത്തെ പാദാത്യങ്ങൾ സാഷ്ടാംഗം പ്രണമിച്ച് അവിടെ വീണ് കിടന്നു. എന്നിട്ട് പോകാനായപ്പം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് പോകണ്ടേ? അവർ പോകാനൊരു തിരിച്ച് ഉണ്ടി ആരാധിച്ച് അവർക്കുള്ളത് മുഴുവൻ കർത്താവിന് സമർപ്പിച്ചു. അത് പ്രിയപ്പെട്ടവരെ, സമർപ്പണമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നമ്മുടെ മോട്ടിവേഷൻ. എന്നെ മറന്ന് എനിക്കുള്ളതെല്ലാം തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് കർത്താവിന് സ്ഥാനം കൊടുത്ത് പിന്നെയുള്ളത് മറ്റുള്ളവർക്ക് പങ്കിടുന്ന വലിയ മനോഭാവത്തിനുടമസ്ഥരായി നമ്മൾ മാറണം. അങ്ങനെ യേശു ഏക രക്ഷകനാണെന്ന് ലോകമെമ്പാടും പ്രഘോഷിക്കപ്പെടണം. എൻ്റെ വാക്കുകളിലൂടെ, എൻ്റെ പ്രവൃത്തികളിലൂടെ, എൻ്റെ നന്മയിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്ന ഒരു ചൈതന്യമായി നമുക്ക് മാറാം. ഈശോയ്ക്ക് സാക്ഷ്യമാകാം. കർത്താവ് നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. നല്ല തമ്പുരാനെ കൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഈ വചനത്തിൻ്റെ ഉൾക്കാഴ്ച എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ 100 മേനി ഫലങ്ങൾ പുറപ്പെടുവിക്കട്ടെ എന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം എന്നും തിരിച്ചറിയാൻ സർവ്വമക്കൾക്കും കൃപയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവേ, നല്ല അമ്മേ, മക്കളായ ഞങ്ങൾക്ക് വേണ്ടി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും ഈ വചനം കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ആത്മാവിന് നിറവുണ്ടായി, പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തമായ അഭിഷേകമുണ്ടായി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.